ഇന്ന് അന്താരാഷ്ട്ര വിപണിയിൽ തന്നെ ഏറ്റവും ഡിമാൻഡുള്ള ഹൈബ്രിഡ് കഞ്ചാവാണ് കുഷ്. ഇതിൽ ഏറ്റവും മുന്തിയ OG കുഷ് കഞ്ചാവുമായി ശ്രീലങ്കയിൽ പിടിയിലായിരിക്കുന്നത് സന്യാസിമാരാണ്. 22 സന്യാസിമാരെത്തിയത് തായ്ലൻഡിൽ നിന്നാണ്. വിനോദയാത്ര കഴിഞ്ഞു വന്ന സന്യാസി സംഘത്തിന്റെ ലഗേജിൽ നിന്ന് ശ്രീലങ്കൻ നാർക്കോട്ടിക് വിഭാഗം കണ്ടെടുത്തത് ഒന്നും രണ്ടുമല്ല 110 കിലോ ഹൈബ്രിഡ് കഞ്ചാവ്. OG കുഷ് എന്ന മുന്തിയനം കഞ്ചാവാണ് സന്യാസിമാർ തായ്ലാന്റ് യാത്ര കഴിഞ്ഞു വന്നപ്പോൾ ശ്രീലങ്കയിലേക്ക് കൊണ്ടുവന്നത്. കഞ്ചാവ് ഉപയോക്താക്കൾക്കിടയിൽ അന്താരാഷ്ട്ര തലത്തിൽ വൻ ഡിമാൻഡുള്ള കഞ്ചാവിന്റെ ശുദ്ധരൂപമെന്ന് വിളിപ്പേരുള്ള മുന്തിയനം ഹൈബ്രിഡ് കഞ്ചാവാണ് സന്യാസിമാർ കടത്തിക്കൊണ്ടുവന്ന OG കുഷ്. 1990കളുടെ തുടക്കത്തിൽ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ വികസിപ്പിച്ചെടുത്ത ഹൈബ്രിഡ് ഇനമാണിത്. ഏതായാലും ആത്മീയതയ്ക്ക് കഞ്ചാവ് വലിച്ച് ശക്തി പകരാമെന്ന സന്യാസിമാരുടെ മോഹം പൊലിഞ്ഞു. മാത്രമല്ല, നാണക്കേടുമായി കൊല്ലാപ്പലും പെട്ടു. ചെറിയ അളവല്ല, 110 കിലോ, അതും വിദഗ്ധമായി പല പല ലഗേജുകളിൽ. പൂർണ്ണമായും സന്യാസി ജീവിതത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള ആത്മീയ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് പിടിയിലായവരിൽ ഏറെയുമെന്നത് ശ്രദ്ധേയമാണ്. ഒരു സ്പോൺസർ എല്ലാ ചെലവും വഹിച്ച് 4 ദിവസത്തെ തായ്ലാന്റ് ട്രിപ്പിന് കൊണ്ടുപോയതാണ് തങ്ങളെയെന്ന് സന്യാസിമാർ ശ്രീലങ്കൻ നർക്കോട്ടിക് ബ്യൂറോയോട് പറഞ്ഞിട്ടുണ്ട്. യാത്ര സംഘടിപ്പിച്ചയാൾ ഇതൊരു സംഭാവനയാണെന്ന് അറിയിച്ചാണ് പാഴ്സലുകൾ കയ്യിൽ തന്നുവിട്ടതെന്നും ഇവർ പറയുന്നു. എന്നാൽ ഇത് പൂർണ്ണമായി അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിച്ചിട്ടില്ല. എങ്കിലും അങ്ങനെയൊരാൾ സന്യാസിമാരെ ചതിച്ചതാണോ എന്നും അന്വേഷണം നടക്കുന്നുണ്ട്. എന്നാൽ ശ്രീലങ്കയിൽ സന്യാസ ജീവിതത്തിലുള്ള പലരും തായ്ലാന്റിലും മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സാധാരണ വേഷങ്ങളിൽ യാത്രകളും ഇടവേളകളും വമ്പൻ ആഘോഷമാക്കിയ പല ചിത്രങ്ങളും പിടിക്കപ്പെട്ട സന്യാസിമാരുടെ മൊബൈലിൽ നിന്ന് ശ്രീലങ്കൻ നർക്കോട്ടിക് ബ്യൂറോ കണ്ടെത്തിയിട്ടുണ്ട്. ഞായറാഴ്ച കോടതിയിൽ ഹാജരാക്കിയ 22 സന്യാസിമാരെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.